ഞങ്ങൾ മാവേലിക്കരയിൽ നിന്നും കാനഡയിൽ എത്തിയത് കാനഡയിലെ വിവിധങ്ങളായ കാഴ്ചകൾ കാണുവാനായിട്ടാണ്. ഞങ്ങൾ കാണുന്ന ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൽക്കുന്നത് ടൊറൻഡോ എന്ന സ്ഥലത്താണ്. ടൊറൻഡോയിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണുള്ളത്. ഏതാണ്ട് 30 നില കെട്ടിടം മുതൽ വലിയ വലിയ കെട്ടിടങ്ങളാണ് ടൊറൻഡോയിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. മറ്റ് നഗരങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഈ വലിയ കെട്ടിടങ്ങൾ തമ്മിൽ വലിയ അകലം ഇല്ല എന്നതാണ് പ്രധാനമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രത്യേകത. ഇവിടെ തൊട്ടടുത്ത് ഈ ടൊറൻഡോയുടെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് വളരെ മനോഹരമായ രീതിയിൽ വലിയ ഒരു ടവറുണ്ട്. CN ടവർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഏറ്റവും ഉയരമുള്ള ഒരു ടവറാണ്. ആ ടവറിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ നിൽക്കുന്നത്. കയറി ഈ പ്രദേശം മുഴുവൻ കാണുക. അതിനകത്തിൽ ഒട്ടനവധി മറ്റ് എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. അതിലൊക്കെയും പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ ടവറിന് തൊട്ടടുത്തായി മറ്റൊരു വാട്ടർ മ്യൂസിയമുണ്ട്. അതും കാണുക എന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പദ്ധതി. ഇവിടെ നല്ല സൺലൈറ്റ് ഉണ്ട്. ഇന്നൊരു സണ്ണി ഡേ ആണ്. വളരെ സൂര്യൻ്റെ നല്ല പ്രകാശമുണ്ട്. വളരെ ഉയരത്തിൽ നോക്കിയാലേ ഈ ബിൽഡിംഗ് കാണാനൊക്കത്തുള്ളൂ. ഇതിൻ്റെ നാല് വശവും വളരെ മനോഹരമായി അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്കാർ ഈ പദ്ധതികളിലുണ്ട്. 1975 എത്തിയിരിക്കുകയാണ്. നമ്മൾ CN ടവറിനകത്ത് കയറി ഒട്ടനവധി ആൾക്കാരുണ്ട്. വിവിധ ദേശക്കാരായ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ തൊട്ട് പുറകിൽ നിന്നവർ തമിഴ് സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ അനേക രാജ്യത്തെ ആൾക്കാർ ഈ പദ്ധതികളിലുണ്ട്. 1975 ഇതിൻ്റെ പണിത ഒരു ടവറാണിത്. ഏറ്റവും വലിയൊരു ടവറാണ്. വളരെ മനോഹരമായി അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഒട്ടനവധി എൻ്റർടൈൻമെൻറ്റുകളും ഇതിനകത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഹൗസ് പോലെ ഇത് തോന്നിക്കുന്നു. എങ്കിലും വളരെയധികം പില്ലറുകളുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് തുടർന്നുണ്ടാകുന്നത് എന്ന വിശ്വാസത്തിലാണ്. തുടർന്ന് ഞങ്ങൾ ഇതിനകത്തോട്ട് ഒരു സൈഡിൽ ബോട്ട് റേസിങ് ബോട്ട് അത് കാണാൻ സാധിക്കും. ഒരു സൈഡിൽ ഇവിടുത്തെ എയർപോർട്ട് കാണാൻ സാധിക്കും. വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ ഹോട്ടലുകൾ, ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ട് വളരെ അധികം വീടുകളുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. കാനഡയുടെ അനേക ഫ്ലാറ്റുകളും ബിൽഡിങ്ങും ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള സംവിധാനങ്ങൾ അവർ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് തുടർന്ന് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് തന്നെ ചെറിയ പേയ്മെൻറ്റ് കൊടുത്ത് സ്കാൻ ചെയ്ത് നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് താഴെയുള്ള എയർപോർട്ട് കാണാം. അവിടെ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനോട് തൊട്ടടുത്തുള്ള ഒരു വലിയ ഒരു ജലാശയം കാണാം. അവിടെ ചെറുതും വലുതുമായ ബോട്ടുകൾ പോകുന്നുണ്ട്. അതും ഉല്ലാസയാത്രയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുവെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ വളരെ കുറവാണ്. പക്ഷേ സെക്യൂരിറ്റി ഡയറക്ഷൻസ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമാണ് എഴുതി വെച്ചിരിക്കുന്നത്.